അവിടെയൊക്കെ കുറച്ച് ആൾക്കാർ നമുക്കൊന്ന് കാണാമല്ലോ, ക്യാമറ കാണാനല്ല, അത്രയും ലോങ്ങിലാണ് അവർ ഇരിക്കണത്. കണ്ടോ നമ്മളിങ്ങനെ കണ്ടോ 1 2 3 4. ഹലോ ഗൈസ്, നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് നിൽക്കുന്നു. ഇന്നത്തെ എൻ്റെ തുക്കുരു ആവായിട്ടില്ല കാണിക്കാം അല്ലേ? അപ്പോൾ ചെങ്കളെ ഞങ്ങൾ ബസ്സിലാണ് പോണത് കേട്ടോ. പി.കെ. ദാസിലേക്കാണ് പോണത്. അവളവിടെ കാണിക്കൽ, അങ്ങനെ കാണിക്കലെല്ലാം കഴിഞ്ഞ് അവൾക്ക് അവിടുത്തെ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. പി.കെ. ദാസ് ക്യാൻറ്റീനിലെ നാടൻ ചോറ്, അത് അവൾക്ക് അവിടെ എത്തിയേ വേണ്ടുള്ളൂ. അങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കും. അവിടെ ആസ്വദിച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ. കണ്ടില്ലേ, കാണിച്ചു കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു 3 മണി ആയിട്ടോ. അപ്പോൾ ചോറ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നിർബന്ധിച്ചപ്പോൾ അവൾക്കൊരു പ്ലേറ്റ് ചോറ് കിട്ടി. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് ബിരിയാണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫ്രൈഡ് റൈസും റൈയും ഷവർമയും ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ പി.കെ. ദാസിൽ വന്നു കഴിഞ്ഞാലേ, പി.കെ. ദാസിൽ നമ്മൾ കാണാത്ത കുറച്ച് കാഴ്ചകളുണ്ട്. അതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു വലിയൊരു കുളമുണ്ട്. പിന്നെ അതേമാതിരി കുട്ടികൾക്ക് ചെന്നിരിക്കാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടുണ്ട്. അപ്പോൾ അവർക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഫുഡൊക്കെ കഴിക്കൽ കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോവാണ്. എൻ്റെ പിൻ നമ്പറാണ് ഈ കാണുന്നത് അല്ലേ. പി.കെ. ദാസിലെ പൂന്തോട്ടത്തിലോട്ട് നമ്മൾ പോകട്ടെ. അവിടെ എന്താണ് അവിടെ പോവാൻ അപ്പോൾ ചെങ്കളെ നമ്മളുള്ളത് ഇപ്പോൾ ഇവിടെ പി.കെ. ദാസിൻ്റെ ബാക്ക് സൈഡ് ആട്ടത്. പി.കെ. ദാസിൻ്റെ ബാക്ക് സൈഡ് ഇങ്ങനെ ഒരു വ്യൂ ഉള്ള നല്ലൊരു സ്ഥലമുണ്ട്. അവിടെയൊക്കെ കുറച്ച് ആൾക്കാർ നമുക്കൊന്ന് കാണാമല്ലോ, ക്യാമറ കാണാനല്ല, അത്രയും ലോങ്ങിലാണ് അവർ ഇരിക്കണത്. കണ്ടോ നമ്മളിങ്ങനെ കണ്ടോ 1 2 3 4 5 6 ആളുടെ അതിനകത്തിട്ടോ. അത്രയും ലോങ്ങിലാണ് ഈ കുളം ഉള്ളത്. കണ്ടില്ലേ, കണ്ടോ, ഇപ്പോൾ ഒരു മനുഷ്യനോടെ കാണാമല്ലോ. അപ്പോൾ ഇതാണ് കുളം കേട്ടോ. കുളം കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടായിരുന്നു ഇതിനകത്ത്, നല്ല മീനുകളും ഉണ്ടായിരുന്നു. ഇപ്പോൾ വന്നപ്പോൾ കുളം വെറ്റിച്ചിക്കാണ്, അവിടെ വർക്ക് കിടക്കുകയാണ്. അപ്പോൾ ആ കുളത്തിൻ്റെ ആഴം അത്രയും താഴോട്ടോ. ഇങ്ങനെ നമുക്ക് അങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കാണാത്ത ലെവലിലേക്കുള്ള ആഴമാണ്. അതിനകത്ത് ആൾക്കാർ ഉണ്ട്